Hello. Welcome to Market Discussion of the Day. Today, 24th of February 2025, Monday ആണ്, പുതിയൊരു വീക്കാണ്. സോ പുതിയൊരു വീക്കിൽ നമ്മൾ എല്ലാ വട്ടവും പറഞ്ഞു പോകുന്ന പോലെ നമുക്ക് ആദ്യമേ ഈ വീക്കിലത്തെ ഫണ്ടമെന്റൽസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം ഫസ്റ്റിലേ നോക്കാം. ഓക്കെ, സോ അതിന് മുന്നേ ആയിട്ട് നമുക്ക് നമ്മുടെ പുതിയൊരു ഫോറക്സ് ബാച്ച് കഴിഞ്ഞ തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് ബാച്ച് അടുത്ത തിങ്കളാഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. 2 ആഴ്ചത്തെ ക്ലാസ് ആയിരിക്കും. രാത്രി 7:30 മണിക്കും 10 മണിക്കുമായിട്ട് ഇന്ത്യൻ ടൈം ിലായിരിക്കും നമ്മൾ ഈ ഒരു ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ താല്പര്യമുള്ള ആൾക്കാർ എല്ലാ ആൾക്കാരും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കയറി എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെന്റൽസ്, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഈ ആഴ്ചത്തെ ഫണ്ടമെന്റൽ, അതായത് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ഫണ്ടമെന്റൽസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം നമുക്ക് ഭയങ്കരമായ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, സോ നമുക്ക് ഇന്ന് യൂറോ സോണിൽ നിന്ന് CPI ഉണ്ട്. അത് UK ടൈമിംഗ് 10 മണിക്കാണ് ഈ പറയുന്ന CPIയുടെ ന്യൂസ് വരുന്നത്. ഇന്ത്യൻ ടൈമിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു 5.5 മണിക്കൂർ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് മാത്രമല്ല, ഏതൊരു എക്കണോമിക് കലണ്ടറിലും ആ രാജ്യത്തിലുള്ള ടൈമിംഗ് ആയിരിക്കും കാണിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ നാളെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജർമ്മനിയിൽ നിന്നുള്ള GDP അനൗൺസ്മെന്റ് ഉണ്ട്. അത് വന്നിട്ട് രാവിലെ 7 മണിക്കാണ്, UK ടൈമിംഗ് 7 മണിക്കാണ് GDP അനൗൺസ്മെന്റ് വരുന്നത്. സോ ഇത് രണ്ടും യൂറോനെ ഡയറക്റ്റ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്ന ന്യൂസുകൾ ആയതുകൊണ്ടിട്ട് തന്നെ യൂറോയിൽ നിന്ന് താൽക്കാലികമായിട്ടൊന്ന് മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം യൂറോ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കറങ്ങുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ. സോ അതേപോലെ തന്നെ നമുക്ക് വൈകുന്നേരം 3 മണിക്ക് US നിന്ന് CB കൺസ്യൂമർ കോൺഫിഡൻസ് ഇൻഡെക്സ് ഉണ്ട്. അതും ഭയങ്കരമായ ഒരു ഡയറക്ഷണൽ ചേഞ്ചസ് ഒന്നും ഉണ്ടാക്കത്തില്ലെങ്കിലും ഉറപ്പായിട്ട് ഒരു വോളറ്റാലിറ്റി ഒക്കെ ഉണ്ടാക്കാനായിട്ട് പവർഫുൾ ആയിട്ടുള്ള ഒരു ന്യൂസാണത്. ഓക്കെ, സോ ബുധനാഴ്ച നമുക്ക് ന്യൂ ഹോം സെയിൽസ് ഉണ്ട്. അതേപോലെ തന്നെ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ചും ബുധനാഴ്ച വൈകുന്നേരം 3 മണിക്കും 3:30ക്കുമായിട്ടാണ് ഈ 2 ന്യൂസുകളും വരുന്നത്. സോ അതും ഭയങ്കരമായി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ഒന്നുമല്ല. പക്ഷെ വ്യാഴാഴ്ച CPI വരുന്നുണ്ട്. അതുകൊണ്ടിട്ട് തന്നെ ഈ ആഴ്ച നമ്മൾ വിളിക്കുന്ന CPI വീക്ക് എന്നാണ്. ഓക്കെ, സോറി, വ്യാഴാഴ്ച GDP വരുന്നുണ്ട്. അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ ഈ ആഴ്ച വിളിക്കുന്ന GDP വീക്ക് എന്നാണ്. ഓക്കെ, GDP വരുന്നത് ഉച്ചയ്ക്ക് 1:30 മണിക്കാണ്, UK ടൈമിംഗ് ഉച്ചയ്ക്ക് 1:30 മണിക്കാണ് GDP അനൗൺസ്മെന്റ് US നിന്ന് വരുന്നത്. ഉറപ്പായിട്ടും ഒരു ഡയറക്ഷണൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ശക്തിയുള്ള ഒരു ന്യൂസ് തന്നെയാണ് GDP ന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിനുശേഷം 1:30ക്ക് ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഉണ്ട്. എന്താ പറയുക, വൈകുന്നേരം രാത്രി 11:50 ജപ്പാനിൽ നിന്ന് റീറ്റെയിൽ സെയിൽസ് ഉണ്ട്. ഓക്കെ, അത് ഇന്ത്യൻ ടൈമിംഗ് ഓൾമോസ്റ്റ് 5 മണിക്ക് ഒക്കെ ആയിരിക്കും. ഈ പറയുന്ന ഫ്രൈഡേ ആയിരിക്കും റീറ്റെയിൽ സെയിൽസ് വരുന്നത്. ഓക്കെ, സോ ഫ്രൈഡേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രൈഡേ നമുക്ക് പ്രത്യേകിച്ച് ഭയങ്കരമായ ഫണ്ടമെന്റൽസ് ഒന്നും തന്നെ ഇല്ല. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ടെക്നിക്കൽ സൈഡ് തന്നെ നോക്കി പോവാം എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇതാണ് നമ്മളുടെ ഫണ്ടമെന്റൽ സൈഡിൽ നിന്ന്, അതായത് നമ്മളുടെ കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകളുള്ളത്. ഇതൊക്കെയാണ് ടൈമിംഗ്. നിങ്ങളുടെ എക്കണോമിക് കലണ്ടർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇത് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ നേരെ നമ്മൾ പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുള്ള ന്യൂസുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ഷൻ കഴിഞ്ഞു, ജർമ്മനിയിലുള്ള ഇലക്ഷൻ കഴിഞ്ഞു. ജർമ്മനിയിൽ ചാൻസലറിനെ തിരഞ്ഞെടുക്കാനായിട്ട് കുറച്ചുകൂടി ഈസിയാണ്. ആ ഒരു റിസൾട്ട് വന്നതിന് ശേഷം ചാൻസലറിനെ തിരഞ്ഞെടുക്കുന്നത് കുറച്ചുകൂടി ഈസിയാണ്. അതുകൊണ്ടിട്ട് തന്നെ യൂറോപ്പ് ആസ് എ ഹോളിലുള്ള, ജർമ്മനിയിലുള്ള ആ ഒരു അൺസർട്ടനിറ്റി മാറിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഒരു നല്ലൊരു ന്യൂസാണ്. അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇന്ന് രാവിലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ യൂറോ പെട്ടെന്നൊരു മാർക്കറ്റ് ഒരു ജമ്പ് അപ്പ് ചെയ്തിട്ടാണ് യൂറോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ യൂറോ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ അവസാനിച്ച ക്യാൻഡിൽ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ അതിനുശേഷം 2-3 ക്യാൻഡിൽ പെട്ടെന്ന് മുകളിലോട്ട് പോവുകയും ഈവൻ നമ്മുടെ ഏഷ്യൻ ടൈമിങ്ങിനും ഏഷ്യൻ ഓപ്പണിങ്ങിന്, അതായത് ഏഷ്യൻ ഓപ്പണിംഗ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിയാണ്, അത് UK ടൈമിംഗ് 2 മണിയാണ്. ഓക്കെ, സോ ഇതാണ് ഏഷ്യ ഓപ്പൺ ആയ ഒരു ക്യാൻഡിൽ 7:30 മണി, ഇന്ത്യൻ ടൈമിംഗ് 7:30 മണി. അതിനുശേഷം നമ്മളുടെ UK ഓപ്പൺ, അതായത് യൂറോപ്പ് ഓപ്പൺ ആയ സമയത്തും 1.05 മുകളിലായിട്ടായിരുന്നു മാർക്കറ്റ് ഓപ്പൺ ആയത്. അതിൻ്റെ കാര്യം എന്താ, ജർമ്മനിയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഇലക്ഷൻ നടന്ന് നല്ലൊരു റിസൾട്ടാണ് വന്നത്. ആ ഒരു സെർട്ടനിറ്റി ഉണ്ടായതുകൊണ്ടിട്ടാണ് യൂറോ മുകളിലോട്ട് പോയത്. പക്ഷേ യൂറോ നമുക്ക് അങ്ങനെ അങ്ങ് വിശ്വസിച്ച് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റുകയില്ല. കാരണം ഈ ആഴ്ച
US പ്രസിഡന്റും യൂറോപ്യൻ ലീഡേഴ്സുമായിട്ടുള്ള മീറ്റിംഗ് ഉണ്ട്. ഓക്കെ, സോ അതിനകത്ത് എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. നമുക്കറിയാം US പ്രസിഡന്റ് പല രാജ്യങ്ങൾക്കെതിരെയും താരിഫൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം മാർച്ച് 12-ാം തീയതിയാണ് ഈ താരിഫുകളൊക്കെ എത്രയാണെന്നുള്ള പ്രഖ്യാപനവും അത് ഇംപ്ലിമെന്റഡ് ആവുന്നത് ആക്ച്വലി മാർച്ച് 12-ാം തീയതിയാണ്. അപ്പം അതുവരെ എന്താണ് സംഭവിക്കുന്നത്, ഒരു ഭയങ്കരമായ അൺസർട്ടൺ സിറ്റുവേഷൻ യൂറോപ്പിലുണ്ട്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ യൂറോ ട്രേഡ് ചെയ്യാതിരിക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. കാരണം ഇന്ന് തന്നെ ചിലപ്പം US മാർക്കറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് ഭയങ്കരമായ ഒരു വോളറ്റാലിറ്റി ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റിയും യൂറോയിലുണ്ട്. എന്നിരുന്നാലും യൂറോയുടെ ഈ ആഴ്ചത്തെ ഒരു റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 1.0400 to 1.0800 വരെയാണ് ഈ ആഴ്ച പോകാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി. ഓക്കെ, സോ ഒരു നല്ലൊരു ബൈ പോയിന്റ് എവിടെയാണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് ഉറപ്പായിട്ടും 1.0400 ഞാൻ ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ഒരാൾ 0.5 ലോട്ട്, അതായത് പകുതി ഞാൻ 1.0400 പകുതി മാർക്കറ്റ് ഒന്നുകൂടെ താഴോട്ട് പോയി 1.0300 കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ബൈ ചെയ്യുക എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ നോക്കി കാണുക എന്നുള്ളതാണ് ഞാൻ പേഴ്സണലി എടുക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഇത് തന്നെ ഫോളോ ചെയ്യണം എന്നൊന്നുമില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കൽസ് നോക്കി ചെയ്യാം. ഞാൻ റേഞ്ച് ബേസ് ചെയ്തിട്ട് മാർക്കറ്റിൽ ട്രേഡ് എടുക്കുന്ന ആളാണ്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ 1.0400 to 1.0800 ആണ് ഈ വീക്കിലത്തെ റേഞ്ച് യൂറോയിൽ. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു 1.0400 നമുക്ക് ബൈ ചെയ്തുകൊണ്ട് യൂറോ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പോഴൊന്നും മാർക്കറ്റിന് നടുക്ക് കയറിയിട്ട് ട്രേഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. ഇന്നത്തെ റേഞ്ച് യൂറോ നോക്കുകയാണെങ്കിൽ 1.0450 to 1.0570 വരെ ആയിരിക്കാം ഇന്നത്തെ റേഞ്ച് എന്നുള്ള കാര്യമാണ് യൂറോയിൽ പറയാനായിട്ടുള്ളത്. പക്ഷെ എന്നാൽ പോലും യൂറോ കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഇട്ട് തന്നെ മാർക്കറ്റിലോട്ട് ഇറങ്ങണം. കാരണം യൂറോപ്യൻ ലീഡേഴ്സിൻ്റെ മീറ്റിംഗ് ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിൽ വെച്ച് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യമാണ് എനിക്ക് യൂറോയിൽ പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ നേരെ നമ്മൾ GBPയിൽ പോയി കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ടെങ്കിലും ഉറപ്പായിട്ടും ഇതൊന്നും UK വലിയ രീതിയിൽ ഇതൊന്നും അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് GBP ഉറപ്പായിട്ടും ബൈ ചെയ്തുകൊണ്ട് മാത്രം മുന്നോട്ട് പോവുക, ഒരു കാരണവശാലും സെല്ലബിൾ പ്രോഡക്റ്റ് അല്ല എന്നുള്ള കാര്യം മനസ്സിൽ വെക്കുക. ഓക്കെ, GBP നല്ലൊരു ഈ ആഴ്ചത്തെ റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 1.2450 to 1.2750 വരെയാണ് ഈ ആഴ്ചത്തെ GBPയുടെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നമുക്ക് GBP ഉറപ്പായിട്ട് ഒരു ബൈയിങ് പോയിന്റ്, ബെറ്റർ ബൈ പോയിന്റ് ഉറപ്പായിട്ട് 1.2600 മുകളിലായിട്ട് നല്ലൊരു സപ്പോർട്ട് അവിടെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഒരു സേഫർ സൈഡിൽ 1.2500 ആണ് ഒരു പ്രോപ്പർ സപ്പോർട്ട്. GBPയിലുള്ള ഒരു പ്രോപ്പർ സപ്പോർട്ട് 1.2500 ആണ്. അതുകൊണ്ടിട്ട് തന്നെ ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ പകുതി ലോട്ട് 1.2600 പകുതി ലോട്ട് 1.2500 ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അതിനുശേഷം 1.2500 മുകളിലോട്ട് പോകുമ്പോൾ 1.2800 ആണ് GBPയുടെ ഒരു പ്രോപ്പറായിട്ടുള്ള റെസിസ്റ്റൻസ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അതുകൊണ്ടിട്ട് തന്നെ ഞാൻ GBPയുടെ ഒരു റേഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഴ്ചത്തെ റേഞ്ച് 1.2450 to 1.2750 ആണ്. ഇന്നത്തെ റേഞ്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1.2600 to 1.2700 ആണ് ഇന്നത്തെ റേഞ്ച് GBPയുടെ നോക്കിക്കഴിഞ്ഞാൽ. ഓക്കെ, സോ നേരെ നമ്മളുടെ JPYയിലോട്ട് വരുമ്പം JPY എനിക്ക് വലിയൊരു റെക്കമെൻഡേഷൻ ഇല്ല ഇന്നത്തെ ദിവസം ട്രേഡ് ചെയ്യാനായിട്ട്. എന്നിരുന്നാലും ഞാൻ ഇന്നത്തെ റേഞ്ച് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 146 to 152 വരെയാണ് ഈ ആഴ്ചത്തെ റേഞ്ച്. ഇന്നത്തെ റേഞ്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 148.60 to 150.30 ആണ് ഇന്നത്തെ JPYയിലെ റേഞ്ച്. ഓക്കെ, സോ JPY നമ്മൾ നോക്കിയാൽ ഇപ്പം ഇന്നലെ മാർക്കറ്റ് ഒറ്റയടിക്ക് താഴെ പോയിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് എന്താ പറയുക,
150 മുകളിലായിട്ട് വെള്ളിയാഴ്ച ഫുള്ളായിട്ട് ഓൾമോസ്റ്റ് ഫുൾ ഡേയും സസ്റ്റെയിൻ ചെയ്ത് നിന്നതിന് ശേഷം മാർക്കറ്റ് അവസാനിക്കാറായപ്പം താഴെ പോയി 149 താഴെ പോയത് കാഴ്ച നമുക്ക് കാണാനായിട്ട് പറ്റും. അതുകൊണ്ടിട്ട് തന്നെ JPY ഒരു സ്റ്റേബിൾ സംഭവമല്ല. ഐ മീൻ JPY നമുക്കൊരു റേഞ്ച് പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മാസത്തേക്കൊക്കെ ആ ഒരു റേഞ്ചിൽ നിൽക്കും. 156 ടു 158, 150 ടു 152 ആ റേഞ്ചിൽ മാത്രമായിട്ട് നിന്ന് കളിക്കുന്ന ഒരു പ്രോഡക്റ്റ്, വളരെ സേഫായിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. പക്ഷേ അതൊന്ന് സ്റ്റേബിൾ ആവണം. ഓക്കെ, എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ JPY ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷനിലല്ലാത്തത് കൊണ്ടിട്ട് തന്നെ ഈ ആഴ്ച JPY താൽക്കാലികമായിട്ട് മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം എങ്കിലും മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ. നമുക്കൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി ഉറപ്പായിട്ടും JPY കിട്ടുന്ന സമയത്ത് നമുക്ക് എടുക്കാം. JPY ഒന്ന് സ്റ്റേബിൾ ആയിക്കോട്ടെ, അതിൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒന്ന് പ്രോപ്പറായിട്ട് പിടിച്ചു തുടങ്ങട്ടെ, അതിനുശേഷം നമുക്ക് ട്രേഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നുള്ളതാണ് എനിക്ക് JPYയിൽ പേഴ്സണലി പറയാനായിട്ടുള്ള കാര്യം. ഓക്കെ, സോ ഇതാണ് JPYയിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. നേരെ നമ്മളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും ട്രേഡ് ചെയ്യുന്ന ഗോൾഡിലോട്ട് പോവുകയാണെങ്കിൽ, ഗോൾഡ് ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നത് 2943 ഓക്കെ, നമുക്ക് എവിടെയാണ് ഒരു പ്രോപ്പർ ബൈ പോയിന്റ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗോൾഡിലെ റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വീക്കിലെ റേഞ്ച് 2890 ടു 2990 വരെയാണ്. ഓക്കെ, സോ ഇന്നത്തെ റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 2919 ടു 2950 വരെയാണ് ഇന്നത്തെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇന്ന് നമ്മൾ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ, മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് തന്നെ അത്യാവശ്യം മാർക്കറ്റ് ഓപ്പണിംഗ് വന്നിട്ട് മാർക്കറ്റ് ഓപ്പണിംഗ് ഓക്കെ, സോ ഇതാണ് നമ്മളുടെ മാർക്കറ്റ് ഓപ്പണിംഗ് ക്യാൻഡിൽ. ഓക്കെ, 2934 ടു ആ ക്യാൻഡിൽ 2940 വരെ പോയി. അതിനുശേഷം മാർക്കറ്റ് താഴോട്ട് പോയി 2930 താഴെയായിട്ട് അടുത്ത ക്യാൻഡിൽ താഴെ സ്റ്റാർട്ട് ചെയ്തില്ല, 30 തന്നെ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് ഓൾമോസ്റ്റ് 2921 വരെ മാർക്കറ്റ് പോയിട്ടുള്ളൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം തൊട്ടടുത്ത ക്യാൻഡിൽ റിക്കവർ ചെയ്ത് മുകളിലോട്ട് പോയി ഇപ്പം 2943 വരെ എത്തി നിൽക്കുകയാണ്. ഓക്കെ, സോ നമുക്ക് ഇപ്പോൾ ഒരു തീരുമാനം എടുക്കണമെന്ന് ചോദിച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല. മാർക്കറ്റ് താഴോട്ട് റീട്രേസ് ചെയ്ത് ഒരു കാരണവശാലും സെൽ സൈഡ് നിൽക്കരുത് ഗോൾഡ് ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ. ഓക്കെ, മാർക്കറ്റ് മുകളിലോട്ട് പോകണമെങ്കിൽ അടിച്ചു കയറി മുകളിലോട്ട് പോകും. നമുക്കൊന്നും ഒരിക്കലും ഒന്നും പ്രഡിക്റ്റ് പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മുകളിലോട്ട് പോകാനായിട്ടുള്ളൊരു ശക്തി ഗോൾഡിനുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് സെൽ സൈഡിൽ മാത്രം നിൽക്കാനായിട്ടുള്ള എൻ്റെ റെക്കമെൻഡേഷൻ ഉള്ളത്. ഓക്കെ, സോ നമുക്ക് 2930 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ബൈ ചെയ്യാം. ഓക്കെ, 2920 അടുത്ത് കിട്ടിക്കഴിഞ്ഞാലും ബൈ ചെയ്യുക. 2915 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് മാത്രം ബൈകൾ എടുക്കുക എന്നുള്ളൊരു കാര്യം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഓക്കെ, കാരണം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താരിഫുകൾ എല്ലാം മാർച്ച് 12 നിലവിൽ വരുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ചിലപ്പം 2980 അല്ലെങ്കിൽ 2990 എന്ന് പറയുന്ന ആ ഒരു റെസിസ്റ്റൻസ് ഉണ്ടല്ലോ. അപ്പം നിങ്ങൾ ഗോൾഡിൻ്റെ ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഓൾ ടൈം ഹൈയും 2980 അല്ലെങ്കിൽ ഈ 2180, 2280, 2380 ഈ 80കളിൽ റെസിസ്റ്റഡ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ഈ വട്ടം അതൊന്നും റെസിസ്റ്റൻസ് ആവുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും നമുക്ക് അറിയില്ല. അപ്പോൾ ഒരു വൺ ഡേ പോയിന്റ് ഓഫ് വ്യൂവിലൊക്കെ ഉറപ്പായിട്ടും അത് റെസിസ്റ്റഡ് ആവുമായിരിക്കാം. പക്ഷേ ഒരു ലോങ്ങർ പോയിന്റ് ഓഫ് ടൈമിൽ ചിലപ്പോൾ അത് റെസിസ്റ്റഡ് ആവാതെ മുകളിലോട്ട് 3000 ഒന്നും റെസിസ്റ്റൻസ് പോലും ആവാതെ മുകളിലോട്ട് പോയി ഒരു 3200 വരെയൊക്കെ പോയിട്ടായിരിക്കും ചിലപ്പം ഒരു മാർക്കറ്റൊക്കെ ഒന്ന് ശാന്തമായതിനു ശേഷം മാർക്കറ്റ് താഴോട്ട് വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രം ഗോൾഡിൽ ട്രേഡ് ചെയ്യുക. ഉറപ്പായിട്ടും സ്റ്റോപ്പ് ലോസ് ഇട്ട് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് ഗോൾഡിൽ പറയാനായിട്ടുള്ളത്. ബെറ്റർ പ്രൈസ് ഉറപ്പായിട്ടും താഴോട്ട് പോയി മാർക്കറ്റ് ഒന്ന് റീട്രേസ് ചെയ്ത് 2930 കിട്ടുകയാണെങ്കിൽ ഒരു പകുതിയും 2920 കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി പകുതിയും ഇട്ട് ബൈ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഗോൾഡിൽ പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് എനിക്ക് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷനിൽ പറയാനായിട്ടുള്ളത്. ഒരു കാരണവശാലും GBPയും ഗോൾഡും സെല്ല് ചെയ്യരുത്. ഓക്കെ, യൂറോ കുഴപ്പമില്ല, സെല്ല് ചെയ്താലും കുഴപ്പമില്ലാത്ത പ്രോഡക്റ്റാണ്. പക്ഷെ എന്നാലും ബൈ സൈഡിൽ തന്നെ നിൽക്കാനായിട്ടാണ് എൻ്റെ റെക്കമെൻഡേഷൻ. ഇതെല്ലാം ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ റീട്രേസ് ചെയ്ത് താഴെ വന്നതിന് ശേഷം 2 മാർക്കറ്റ് ടൈമിങ്ങിലെങ്കിലും ആ മാർക്കറ്റ് അവിടെ നിൽക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം
ട്രേഡ് എടുക്കുക എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.